ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. യോന നിനിവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. യേശു തന്നെപ്പറ്റി പറയുന്ന ഒരു തിരുവചനം. താനൊരു അടയാളമാകുവാൻ പോകുകയാണ് ഇനിയുള്ള തലമുറകൾക്ക്. ക്രിസ്തുവിനും ഏകദേശം 760 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യോനാ പ്രവാചകൻ എങ്ങനെ നിനിവേക്കാർക്ക് ഒരു അടയാളമായി തീർന്നുവോ, അങ്ങനെ ഇനിയുള്ള തലമുറകൾക്ക് താനും വലിയൊരു അടയാളമായി തീരുവാൻ പോകുകയാണ് എന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദുഷിച്ച തലമുറയെ അഭിസംബോധന ചെയ്തുകൊണ്ട് യേശു പറയുന്ന ഒരു തിരുവചനം. തീർച്ചയായും അന്ന് യോന നിനിവേയിൽ ചെന്ന് അവർ പശ്ചാത്താപിക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞ അരുളപ്പാട് 40 ദിവസങ്ങൾ കഴിയുമ്പോൾ നിനിവേ നശിപ്പിക്കപ്പെടും എന്ന ദൈവവചനം അവരോട് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ കൂട്ടത്തിൽ തനിക്കുണ്ടായ വലിയ അടയാളവും ഒരുപക്ഷെ യോന നിനിവക്കാരോട് പറഞ്ഞിട്ടുണ്ടാകാം. നിനിവേയിലേക്ക് പോകാനും അവരെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാൻ കൽപ്പിച്ചയച്ച ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ച് നിനിവയരെല്ലാം ദുഷ്ടന്മാരാണെന്നും അവർക്കെതിരെയുള്ള ദൈവശിക്ഷാവിധി നടപ്പാവുക തന്നെ ചെയ്യും എന്ന് കരുതി ദൈവ പദ്ധതിക്കെതിരായി എതിർദിശയിലേക്ക് കപ്പൽ കയറിയ തന്നെ ദൈവം ആഴക്കടലിലേക്ക് എറിയിപ്പിച്ചതും യോനയ്ക്കായി ദൈവമൊരുക്കിയ ഒരു വലിയ തിമ്മിങ്കലം തന്നെ വിഴുങ്ങിയതും 3 രാവും 3 പകലും താൻ തനിക്ക് വേണ്ടിയും നിനിവേക്കാർക്കു വേണ്ടിയും ആ മത്സ്യത്തിൻ്റെ അടിവയറ്റിൽ കിടന്ന് പശ്ചാത്താപിച്ച് പ്രാർത്ഥിച്ചതും 3-ാം ദിവസം തന്നെ നിങ്ങളുടെ ഈ മണ്ണിൽ നിനിവേയിൽ ആ വലിയ മത്സ്യം തുപ്പിക്കളഞ്ഞതും, അങ്ങനെ തനിക്കുണ്ടായ ഒരു വലിയ അടയാളം ദൈവ അരുളപ്പാടിനോടൊപ്പം പ്രസംഗിച്ച യോനായുടെ പ്രസംഗം കേട്ട് നിനിവായിലെ രാജാവ് മുതൽ സാധാരണ ജനങ്ങൾ വരെ പശ്ചാത്താപിക്കുവാനും ദൈവകരുണ അവരുടെ മേൽ വരുവാനും സംഗതിയായതുപോലെ ഇന്ന് നാം ഓരോരുത്തരോടും കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരണം ഏറ്റുവാങ്ങി, എന്നാൽ 3-ാം ദിനം ഞാൻ ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾക്കതിനുള്ള അടയാളം എൻ്റെ കുരിശും ശൂന്യ കല്ലറയും തന്നെ. നാം ഓരോരുത്തർക്കുമായി ദൈവം നൽകിയ ഏറ്റവും വലിയ അടയാളമായ യേശുവിനെ സ്വന്തം ജീവിതത്തിൽ എല്ലാറ്റിലും അധികമായി സ്നേഹിക്കുവാനും ദൈവകരുണയ്ക്കായി എപ്പോഴും പശ്ചാത്താപമുള്ള ഉരുകുന്ന ഒരു ഹൃദയവുമായി അവനെ വന്ദിക്കുവാനും ആരാധിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും എന്നും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു. സ്തുതിയുണർവുണ്ടോ നീ സേവിതനീ ഈ മാനവ ശുശ്രൂഷകളിൽ പ്രിയമുള്ളോ നാം ആഴത്തി നടിയാ നിന്നെ വിളിക്കുന്നു. യോനയ്ക്കെന്നതുപോൽ ഞങ്ങൾക്കുത്തരമരുൾക. നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരാം പാഴാം ചിന്തകളും ദുഷ്ടവികാരവുമെങ്ങലിൽ നിന്ന്
നിന്നൊഴിവാക്കണമേ. രക്ഷക തിരുമേയും രക്തവും ഉൾക്കൊണ്ട പ്രതിഗത ജനതയ്ക്കരുളണമേ മോദവും ഉയരും. നിൻവരവിൽ വിധിയിൽ നിൻ കൃപ കണ്ടെത്തി ദൈവികമാം വലഭാഗത്തവർ നിൽക്കണമേ.